ഈ എന്താണ് ഈ നട്ടിച്ചൊക്കെ ഇങ്ങനെ വന്നിരിക്കണമെന്നല്ലേ? നമ്മൾ മുടി വളർത്താൻ തീരുമാനിച്ചു. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ആദ്യകൂട്ടനെ കാണാൻ പോയി. അതായത് എൻ്റെ ചേട്ടൻ്റെ കൊച്ചാണ്. അപ്പൊ അവനിപ്പോ ഒരു 3 മാസം ആവുന്നു. അപ്പൊ ഞാൻ 2021 ഈ ഒരു ലെങ്തിൽ മുടി വളർത്തിയായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മുടിയൊക്കെ വെട്ടി. എനിക്ക് മുടി വളർത്തണം എപ്പോഴും പിന്നെ ഒന്നുകൂടെ മുടി വളർത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പലപ്പോഴും ഇങ്ങനെ ഒരു 3-4 മാസം വളർത്തും, അത് കഴിഞ്ഞിട്ട് പിന്നെ വെട്ടിക്കളയും. അപ്പൊ കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ വീട്ടിലായിരുന്നപ്പോഴത്തേക്കും അവനെ കളിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് പേപ്പം മുടി വളർത്തിയാലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത്ര നേരം ഒരു റെസ്പോൺസും ഇല്ലായിരുന്നു. അവൻ ഇങ്ങനെ കൈയൊക്കെ കാണിച്ചു. അപ്പൊ എനിക്ക് തോന്നി ഓക്കെ, അവൻ ആദ്യമായിട്ട് ഒരു കാര്യം ചോദിച്ചപ്പോഴത്തേക്കും അവൻ കൺഫേം അടിച്ചതല്ലേ, ആയിക്കോട്ടെ വളർത്തിയേക്കാം. എന്റെ തലയുടെ താരന്റെ പ്രശ്നങ്ങൾ വൻ ഭീകരതയായിരുന്നു. ഇപ്പൊ ഇത് പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും വല്ല പെയ്ഡ് പ്രൊമോഷൻ ആണ്. അതെ, പെയ്ഡ് പ്രൊമോഷൻ തന്നെ, പക്ഷെ പൈസ കൊടുത്ത് ഞാനാന്നേ ഉള്ളൂ. അപ്പോ നമ്മുടെ ഗൂഗിൾ കഴിഞ്ഞ ദിവസം എനിക്ക് 2 തന്നു. ഞാൻ ചോദിച്ചു, മോനെ തലയിൽ ഭയങ്കര താരനാണ്, ഒരു രക്ഷയില്ല, രാത്രിയുടെ ആന്റി രാത്രി ഫോയിൽ. എന്റെ മോനെ കിണ്ണൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം വീട്ടിൽ കൊണ്ടുവന്നു ഞാനൊരു 5 ദിവസം ഉപയോഗിച്ചു. അതായത് 5 ദിവസം ഡെയിലി കുളിക്കണതിന് മുന്നേ ഒരു 20 മിനിറ്റ് തലയിൽ വെക്കും, ഒന്ന് മസാജ് ചെയ്തിട്ട് 20 മിനിറ്റ് തലയിൽ വെക്കും. താരം പോയ പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ അങ്ങ് പോയി. നിങ്ങൾ കാണുന്നൊരു 10-84 പേർക്ക് ഉപകരിച്ചാലോ എന്ന് ഓർത്തിട്ടാണ്. നിങ്ങളുടെ തലയുടെ താരനാണ് ഭയങ്കര വിഷയമാണെങ്കിൽ ഈ സാധനം ഒന്ന് ഉപയോഗിച്ച് നോക്ക്, കിണ്ണ സാധനം. ഇപ്പൊ ഞാൻ വീട്ടിലാണ്, എനിക്കൊരു മൊത്തത്തിലൊരു സുഖം തോന്നുന്നില്ലെങ്കിൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന പരിപാടി കുളിയാണ്. ഒന്ന് കുളിച്ച് കഴിയുമ്പോഴത്തേക്കും വല്ലാത്തൊരു സുഖം ഒന്ന് കിട്ടും. തലയൊക്കെ അങ്ങ് റീസ്റ്റാർട്ട് ആയിട്ട് കംപ്ലീറ്റ്ലി ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എണ്ണ തൂത്ത് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിങ്ങനെ കയ്യിൽ തിരുമ്മി ചൂടാക്കണം. ബാക്കി വരുന്ന എണ്ണയൊക്കെ വേണ കൈ തൂത്തുക, ഇല്ല പോയി കഴുകി കളയുക. ഇതിലൊരു 20 മിനിറ്റ് തലയിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നേരെ പോയി കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് കുറച്ചധികം പണികളുണ്ട്. ഓക്കെ. ഗോകുലസ് രാജിന്റെ വീട്ടിലേക്കുള്ള സ്റ്റെപ്പ് ഭയങ്കര കഠോരമാണ് കേട്ടോ. 3-ാം നിലയിലാണ് അവൻ വീട് വെച്ചേക്കണേ. ഗോകുലേ, അവനോട് എന്താണോ തോന്നണേ? ഒരു അരമണിക്കൂർ മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ അവനെ വിളിച്ചു. അന്നേരം അവൻ പറഞ്ഞു അവൻ വീട്ടിലുണ്ട്. ഞാനൊരു 15 മിനിറ്റ് മുമ്പേ അവനെ വിളിച്ചു. അപ്പോഴും പറഞ്ഞു അവൻ വീട്ടിലുണ്ട്. പക്ഷേ അവന്റെ വീട്ടിൽ വന്നപ്പോ അവൻ കടയിലുണ്ട്. 2 ദിവസമായാലും ഇതിനെ കണ്ടിട്ട്. ലൊക്കേഷൻ കാണിച്ചോ? ഇല്ലടാ, ലൊക്കേഷൻ ഞാൻ കാണിച്ചിട്ടില്ല. ഇല്ല, അത് നമുക്ക് പ്രത്യേകം അറിയാം. ലൊക്കേഷൻ കാണിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയ വഴി വീടിന്റെ ഫ്രണ്ടിലുള്ള റോഡല്ലേ, വീടിന്റെ ഫ്രണ്ടിലുള്ള റോഡിലേക്ക് ഇറങ്ങി എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് സൈഡിൽ നിന്നൊരു നമ്മുടെ അവിടെ ഈ കള്ളി ചെത്താൻ പോകുന്നൊരു അപ്പാപ്പനുണ്ട്. പുള്ളി എന്നെ നോക്കിട്ട് എന്നടാ മോനെ നിനക്ക് വല്ല അസുഖം ഉണ്ടെന്നുള്ള സെറ്റപ്പിലൊരു നോട്ടം. ഇത്തിരി ടാസ്കുള്ള പരിപാടിയാട്ടോ ഈ വ്ളോഗ് ചെയ്യണം പരിപാടികളൊക്കെ. ഇത്തിരി വിഷയം കേസാ, വിചാരിച്ച പോലെ അല്ല. നമ്മൾ 5-6 ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് വ്ളോഗ് ചെയ്യാനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് ആ ഒരു തൊലിക്കെട്ടി കിട്ടും. പക്ഷെ തന്നെ ഒരു വഴി കൂടെ പോകുമ്പോ ഇങ്ങനെ സംഭവം വെച്ച് മടക്കാൻ പറ്റും. ഓക്കെ, വലിയ ഉപകാരമുള്ള സംഭവം ോട്ടിപ്പാണ് വരാൻ പോണത്. തന്നെ ഒരു ബെഡ്ഷീറ്റ് എങ്ങനെ മടക്കാം. ഓക്കെ, ആദ്യമേ നമ്മൾ 2 ക്ലിപ്പ് പോവുക, എന്നാലാണല്ലോ ഊരാൻ പറ്റത്തുള്ളൂ. സാധനത്തെ പിടിച്ച് തന്നെ നമ്മള് ഇങ്ങനെ പകുതി മടക്കുക. ഗിന്നസ് ബുക്ക് തന്നെ. എന്നിട്ട് നമ്മള് 2 അറ്റകൾ ഇങ്ങനെ കൂട്ടുക. ഓക്കെ, എന്നിട്ട് നമ്മള് പയ്യെ സാധനം ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ തോളത്തേക്ക് ഇടുക. 2 സൈഡ് നമ്മളുണ്ടല്ലോ. എടാ ഇത് മറ്റേ കർത്താവിന്റെ സാരി പോലെ ഉണ്ടല്ലോ. കർത്താവിന് മറ്റേ ഒരു ഐറ്റം ഉണ്ട്, ഒരു ചുമല ഷാള് പോലത്തെ ഐറ്റം ഉണ്ട് ഫ്രണ്ടില്. അപ്പൊ നമ്മുടെ 10-100 വ്യൂസ് ആകപ്പാടെ ഉള്ളൂ. ആ 100 പേർക്ക് ഉപകരിക്കുകയാണ്, ഉപകരിക്കട്ടെ. ആ മേളിൽ നിന്ന് പകുതി എടുത്ത പരിപാടി ഉണ്ടല്ലോ, അത് ഇച്ചിരി പ്രോട്ടിപ്പാ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതെ, വേണേ എഴുതി വെച്ചു. അപ്പൊ മനസ്സിലായല്ലോ, ഒറ്റയ്ക്ക് ജീവിക്കുന്നവന്മാർക്ക് ഉപകാരപ്പെടും, അവളുമാർക്കും. ഇച്ചിരി പോളറൈസിംഗ് ആയിട്ടുള്ള സംഭവമാണ്. ഈ ഡയറ്റും കാര്യങ്ങളും ബാക്കി സംഭവങ്ങളും ഒന്നും വലിയ കാര്യമായിട്ട് നോക്കാതെ ഈ നമ്മുടെ സ്ഥിരം മലയാളികളുടെ സംഭവം ഉണ്ടല്ലോ, ഈ പുട്ട്, കടല, 2 പറ ചോറ്, എന്നിട്ട് നമ്മള് പ്രോട്ടീനുള്ള എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോ ഇറച്ചി മീനെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വിഷയമാണ് കൊളസ്ട്രോള് മറ്റേന്ന് പറഞ്ഞോണ്ട് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് തന്നെ കുത്തി നിറച്ച് കഴിച്ച് ഒരു 40-50 വയസ്സ് കഴിയണ്ട, രോഗം വരും. രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടി ഇല്ല, പ്രാർത്ഥനയാണ് അങ്ങോട്ട്. അതെ, നമുക്ക് ചെയ്യാനുള്ള നമ്മള് ചെയ്യാതെ നമ്മള് ദൈവത്തിനെ വിളിക്കും. അത് തന്നെ. ഒരുമാതിരി ഒന്നും പഠിക്കാതെ മറ്റേ കുടുംബത്തിലുള്ള സിസ്റ്റർമാരുടെ അടുത്ത് പ്രാർത്ഥന സഹായം മേടിച്ചിട്ട് പോണവര്. എന്റെ സിസ്റ്റർ ആന്റിമാർ ഇത് കാണാതിരിക്കട്ടെ. അവിടെ ലോജിക്ക് ഡെഡാ. അവരൊറ്റടി ലോജിക്ക് അങ്ങ് ഡെഡാവും.
പ്രാർത്ഥനയാണ് അഗിരിസാല മൊഴിയിൽ എന്നവർ പറഞ്ഞു. വിശ്വാസമൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുക്കാം. അതെ, പക്ഷേ എല്ലാം അതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ നള്ളിഫൈ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് പറ്റത്തില്ല. ഈ മറ്റേ 50-50 ആണ് എന്റെ ഒരു ആംഗിൾ. എന്റെ 75-25 ആണ്. അല്ലെ, എന്നല്ല നമ്മുടെ പ്രവൃത്തിയിലാണല്ലോ മെയിൻ ആയിട്ടും കാര്യം. സമയം 4 മണിയായി. അപ്പൊ നമ്മൾ പിങ്കിയുടെ ബർത്ത്ഡേ വ്ളോഗ് പോസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്റെ ബർത്ത്ഡേ വ്ളോഗ് ആണ്, റെഡി അല്ലേ? ക്ലാസ് അടിച്ചോണ്ടിരിക്കുകയാണ്. എന്നതാണോ ഇത്? അതൊക്കെ വേണ്ട, അറ്റാക്ക് ചെയ്യട്ടെ. സന്തോഷം കൊണ്ട് ഗായ്സ് ഒരുത്ത യൂട്യൂബ് തുറന്ന വഴി നമ്മുടെ വീഡിയോ കിടക്കുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ കമ്പനിയിലെ കാണുന്നുണ്ട്? സ്ക്രീൻ റെക്കോർഡ് ആൾക്കാർക്ക് ഒരു സോഫ്റ്റ്വെയർ വേണം. ഏതാ? OBS സ്റ്റുഡിയോ. OBS സ്റ്റുഡിയോ ഫ്രീ ആയിട്ടുള്ള സംഭവമാണ്. നിന്റെ ടഫർ താഴ്പോയി. മൂക്കളെ ഉണ്ടോ? പിന്നെ ടവലില് മൂക്കളില്ലാണ്ട് പിന്നെ കാടിയുള്ള കാണും. പൊക്കോതി എന്തെങ്കിലും ഒരു സാധനം ഇതിന്റെ അടിയിൽ കയറ്റി വെക്കാൻ മാത്രം എന്തെങ്കിലും ഒരു സാധനം. ആ ഡ്രോറിനകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഡോറയ്ക്ക് ബാഗ് ആണെങ്കിൽ ഇവന് ഡ്രോയാ. എന്തൊരു കാര്യം, ഇതിനകത്ത് നീ വന്ന ഒരു വെള്ളി മെഷീൻ എടുത്ത് നീ അന്യായ വിഷയമാണ്. കലിപ്പണെന്നൊക്കെ കുറച്ച് കമന്റ്സ് ഒക്കെ കണ്ടു. അതേന്ന് പറഞ്ഞേക്ക് ചടാപട ടൂൾസ് ഒക്കെ എടുക്കട്ടെ. ഒരു പണി, ഇതിന്റെ അടിയിൽ തട വെക്കാൻ എന്തൊരു സാധനം മതി. എടാ നീ തടാന്നൊക്കെ പറയാനുള്ള എനിക്കറിയാൻ പാടില്ല. എന്നാ കൊണ്ടുവരണ്ടേന്ന് നീ കട്ടിയുള്ള മലയാള വാക്ക് ഉപയോഗിക്കല്ലേ നീ. ഓക്കെ, ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറോ? കോപ്പി എടുത്തു തട വെക്കാൻ വേണ്ടി തന്നേക്കുന്ന ഫോൺ ഇതിന്റെ പകുതി ഉള്ളൂ. അതൊക്കെ നമ്മൾ അങ്ങനെ എടുക്കോളൂ. ഞാനൊരു കാര്യം പറഞ്ഞെന്നറിയോ, ഇത്ര നീട്ടുള്ള സാധനം സർക്കസിൽ പോലും കാണില്ല ഇങ്ങനത്തെ സെറ്റപ്പ് കേട്ടോ. എന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. നിന്റെ ടവല് പിന്നെ ചാടിപ്പോയി. എടാ ടവലൊക്കെ പൊക്കോട്ടാതെ